ഹലോ, ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. എഴുന്നേൽക്കണില്ലേ? നേരം ഒരുപാടായിട്ടാ, വേഗം എഴുന്നേൽക്ക്. എന്താണ് സമയത്രായി? പണിയൊക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇത് ഞാൻ ഉറക്കത്തിൽ നീച്ചതാട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും റെഹാ സുൽബൈർ റെഹാ മഹ്ഷിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പം തന്നെ രാവിലെ എണീറ്റു. ഇനി നമുക്ക് ബെഡൊക്കെ ഒന്ന് നന്നാക്കി വെക്കാം. ഓക്കെ, ഇനി ബ്രഷ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ടൈം അധികം ഇല്ല, കാരണം ഇന്ന് ഞാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. ഞാനിപ്പോൾ എണീറ്റൊന്ന് മുടി വെക്കുന്നത് ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് രാവിലെ എണീറ്റ് എങ്ങനെയാണെന്ന് ഞാൻ കെട്ടും. പല്ലൊക്കെ തേച്ചതിന് ശേഷം മുടിയൊക്കെ ശരിയാക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബെഡ്ഷീറ്റ് ഒന്ന് പെട്ടെന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബ്രഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇനി ഞാൻ വെള്ളം കുടിക്കട്ടെ കേട്ടോ. വെള്ളം രാവിലെ എണീക്കുമ്പോൾ കുടിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പല്ല് തേച്ചതിന് ശേഷം കേട്ടോ കുടിക്കുക. കേട്ടോ വെള്ളം കുടിക്കേണ്ടത് ബിസ്മി ചൊല്ലി ഇരുന്ന് വെള്ളം കുടിക്കണം. ഞാനിപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പരിപാടി. അപ്പോൾ ഞാൻ ഡാൻസ് എല്ലാം കളിച്ച് കൈയൊക്കെ കഴുകി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നല്ലേ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബീഫ് കഫ്സയാട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ രാവിലെ തന്നെ ബീഫ് കഫ്സയൊക്കെയെന്ന്. അപ്പോൾ ഉപ്പച്ചീൻ്റെ റൂമിൽ നിന്ന് കൊടുത്തയച്ചതാട്ടോ ഇത്. അപ്പോൾ നമ്മൾ പിന്നെ എന്തുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതന്നെ കഴിച്ചതാട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാനത് കഴിച്ച് നോക്കി, അടിപൊളിയായിരുന്നു. ബീഫ് പിന്നെ എല്ലാവരും സൂപ്പറാണെന്ന് നമുക്കറിയുന്നതല്ലേ. അപ്പം അങ്ങനെ കഫ്സയും കഴിച്ചു. കഫ്സയും സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ, അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം ഗായ്സ്. അടിപൊളി ടേസ്റ്റാട്ടോ ഇത്. അടിപൊളിയാട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കട്ടെ, ഇനി വെള്ളം കൊടുക്കും. ഫുഡ് കഴിക്കട്ടെ, അത് വരേക്കും ടാറ്റാ. ഇപ്പം ഇവിടെ പള്ളിയിൽ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ദിക്റുകൾ ചൊല്ലുമല്ലോ അവർ. അപ്പോൾ അതൊക്കെ ചൊല്ലുന്നുണ്ട് അവർ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സഹിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ മാങ്ങയാണ് കഴിക്കുന്നത്, നമുക്ക് കഴിച്ചു നോക്കാം. മാങ്ങ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടിൽ ഒന്നാണ്, ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, സൂപ്പർ മാങ്ങയാണ്. ഞാൻ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടി ഇനിപ്പച്ചിൻ്റെ കടയ്ക്ക് പോകാനാണ്. അപ്പം അതിൻ്റെ മുമ്പ് കുറച്ച് മിൽക്ക് നമ്മൾ കുടിക്കുന്നുണ്ട്. സോ മിൽക്ക്. പാല് കുടിച്ച് കഴിഞ്ഞിട്ട് വായൊക്കെ ഒന്ന് കുളുക്കുകയൊക്കെ ചെയ്ത് ചെരുപ്പിട്ട് പെച്ചി വരുമ്പോൾ കടയിലേക്ക് പോവും, ഷോപ്പിലേക്ക് പോവും. അപ്പോൾ ഷോപ്പിലത്തെ വിശേഷങ്ങൾ പിന്നെ ഞാൻ കാണിച്ചു തരാം. ഷോപ്പിൽ നിന്ന് വീഡിയോ എടുക്കാം. ഓക്കെ,
അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ട് ഞാൻ കാണുന്ന ചാനലിലൊന്നും കേട്ടോ ലാല മലപ്പുറം നല്ല രസം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാനലാണ്. ആരൊക്കെ അത് കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ അത് കാണാറുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ കടയിലേക്ക് പോവുകയാണ്. കടയിലത്തെ വിശേഷങ്ങൾ പോകുന്നല്ല, കടയിലുള്ള വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പം ഇതാട്ടോ ഉപ്പച്ചിയുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ജിദ്ദയിലെ അബൂ റുക്കാമ എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ ഉപ്പച്ചിയുടെ ഷോപ്പുള്ളത്. അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഷോപ്പ്. പിന്നെ ഈ അബൂ റുക്കാമയാണ് സ്ഥലം. പിന്നെ ഈ ഷോപ്പിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഇതേ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. ഈ ഒരു പെട്രോൾ പമ്പ് ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഉണ്ട്. അങ്ങനെയാണ്. അപ്പം ദേ ഞാൻ ഇപ്പം ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ ഷോപ്പ്. അപ്പം ദേ നമ്മൾ ഉപ്പച്ചിയുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഉപ്പച്ചിയുടെ ഷോപ്പ്. ഞാൻ കാണിച്ചു തരാം. ഉപ്പച്ചിയുടെ ഷോപ്പ് ഒരു സൂപ്പർ മാർക്കറ്റാട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ അരി വെച്ചാൽ റൈസുകൾ, പലതരം റൈസുകൾ, ഗ്ലാസസ്, നമ്മളെ അങ്ങനത്തെ ഉരലുലക്ക, അതുപോലെ തന്നെ വെറൈറ്റി ഐറ്റംസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് നമ്മളെ പ്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ അതേ സ്പോഞ്ച്, നമ്മളെ പ്ലേറ്റൊക്കെ കേൾക്കുന്ന പോലത്തെ സ്പോഞ്ച്. പിന്നെ ഈ പച്ച സാധനം ഞാൻ കാണിച്ചാൽ അത് ഈച്ചനൊക്കെ അടിക്കുന്ന സാധനം കേട്ടോ. പിന്നെ കത്തി ഐറ്റംസ് ഉണ്ട്, അതുപോലെ ചൂല്, പിന്നെ നമ്മുടെ മുറം, അടുക്കാട്ടുവാടി എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേ ഒരുപാട് പൈപ്പുകളുണ്ട്. പിന്നെ അതേ ബോൾസ്, നല്ല വെറൈറ്റി, നല്ല അടിപൊളി കളേഴ്സിൽ നല്ല ഡിസൈൻസിൽ ബോൾസ് അവൈലബിൾ ആണ്. പിന്നെ വാഷിംഗ് പൗഡേഴ്സ്, പിന്നെ ലിക്വിഡ്സും അവൈലബിൾ ആട്ടോ. വാഷിംഗ് പൗഡേഴ്സും ലിക്വിഡ്സും. ഇവിടെ വരുന്നത് ഏലക്ക, പട്ട, ഗ്രാമ്പു, ജീരകം, ഇത് മറ്റേ ഉണങ്ങിയ നാരങ്ങ, ഏലക്കായി, കുരുമുളക്, ബദാമുണ്ട്. അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ഉലുവ, അങ്ങനത്തെ ഐറ്റംസ്. അവിടെ പിന്നെ മുന്തിരിയും ബദാമും പിസ്ത അങ്ങനത്തെ വരുന്നത്. പിന്നെ ഇവിടെ വരുന്നത് നല്ല വലിയ സോയാബീൻ. നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ സോയാബീനാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ കോൺ ഇല്ലേ, കോണ് നമ്മൾ പോപ്കോണൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കോണാണ്. ഇവിടെ ഓരോ ഐറ്റംസ് മസാലകളാണ് കേട്ടോ. പിന്നെ ഇവിടെ വരുന്നത് ഇതുപോലത്തെ ഐറ്റംസ് തന്നെയാണ്. നോക്കൂ, അവിടെ ഒരുപാട് മസാലകൾ വരും. ഇതും ഓരോരോ ഐറ്റംസ് മസാലകളാണ്. നല്ല അടിപൊളി. നമ്മുടെ ഗ്രാമ്പു, പട്ടാനൊക്കെ കുറേ ഐറ്റംസ് ആയിട്ട് ഇത് മുന്തിരി അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ നോക്കിയ അങ്ങനത്തെ നല്ല ഐറ്റംസാണ്. അണ്ടി സൂപ്പറാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ തേങ്ങ പൊടിച്ചതുണ്ടാകും, അതാണ് ഈ സാധനം. ഇത് പിന്നെ ഓരോ മസാല ഐറ്റംസ് തേങ്ങ പൊടിയാണ്. അതിൻ്റെ ചെറുതാണ് ഇത് വരുന്നത്. സേമി, നമ്മുടെ പായസത്തിലൊക്കെ ഇടുന്ന സേമിയ, പായസത്തിൻ്റെ സേമിയുണ്ട്. ഇവിടെ നല്ല
നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള പൈപ്പുകളുണ്ട്. ഓക്കെ, പിന്നെ അത് ഇവിടെ കടല അങ്ങനത്തെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നതിൽ കുറച്ച് ഇത് വരുന്നുണ്ട്. ഇത് കറുമ്പുക്ക പറഞ്ഞ സാധനമാണ്. ഇത് എനിക്കും അല്ലാതെ അറിയത്തില്ല. ഇത് പൊരിക്കുന്ന സാധനമാണെന്ന് പശു പറഞ്ഞിട്ട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പൊരിച്ച് ഒരു എന്താ ഇതിൻ്റെ പേര്, സിംഗോണോ പൂള പല കളർഫുള്ളായിട്ടുള്ള പൂള പൊരിച്ചെടുക്കുന്ന സാധനമാണ്. പൊരിക്കണം. സോസ് ഐറ്റംസ് ആണ് വരുന്നത്. പിന്നെ അച്ചാറെന്ന് പറയാം, ഒരു സോസ് ഐറ്റംസ് ആണ്. കണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് സോസസ് ഉണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് ഐറ്റിനനുസരിച്ചുള്ള സോസുകൾ ഇവിടെ അവൈലബിൾ ആട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ നമ്മളിവിടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ അതിൻ്റെ നീരൊക്കെ വെച്ച് വെള്ളം കളിക്കുന്ന പോലെ ഇത് പാഷൻ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന പോലത്തെ അത് വെള്ളത്തിലിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന സാധനം. ഇവിടെ പിന്നെ ഓരോ മാഗീസ് വരുന്നുണ്ട്. ഹലോ ഗായ്സ്, നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കൊറിയൻ മാഗി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല എരിവും ഉണ്ടാവും കൊറിയൻ മാഗി. ഇതൊക്കെ കൊറിയൻ മാഗീസാണ്, അടിപൊളിയാട്ടോ. പിന്നെ ഇതേ ക്വാളിറ്റിയിൽ ഇവിടെ അവൈലബിൾ ആട്ടോ. പല കളേഴ്സിലായിട്ടുള്ള കപ്പ് നൂഡിൽസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ കുറേ കടലായിട്ട് സൗദി അറേബ്യ ഇതിന് പറഞ്ഞ് ഫൂല് എന്നാട്ടോ. നല്ല ഫൂൽ ഐറ്റംസ് ഉണ്ട്, കടല പോലെ നല്ല അടിപൊളി. പിന്നെ ഇവിടെ കുറച്ച് മാഗീസ്, ഇവിടെ അതുപോലെ ഒരുപാട് ആ സാധനമാണ്. അതൊക്കെ ഇവിടെ നല്ല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്, പല രാജ്യങ്ങൾക്കും ആയിട്ടുള്ള. പിന്നെ ഇവിടെ അങ്ങനെ ഇവിടെ ബീൻസ് ഒരു പീസ് എടുത്തോ. നൂഡിൽസ് ആണ്. ഏത് രാജ്യത്താണ് നമുക്കറിയില്ല. ഇവിടെ നൂഡിൽസ് ആണ്. കപ്പ് നൂഡിൽസ് നമ്മളെ ഒരു പാക്കറ്റ് ഐറ്റംസ് ആയിട്ട് വരുന്ന നൂഡിൽസ് ഇവിടെ അവൈലബിൾ ആയിട്ട് ഒരുപാട്. പിന്നെ ഇവിടെ വരുന്നത് നോക്കിയേ, ഇവിടെ നല്ല വലിയ സേമി ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് വേറെ തരം ഒരു മക്രോണിയാട്ടോ, നീണ്ട സേമി പോലെ ഒരു അവിടുന്ന് തൊട്ട് ഇവിടെ വരെ ഇവിടെ മക്രോണീസ് ആട്ടോ. കേക്ക് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സ്ട്രോബെറി, വേറെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. നേരത്തെ കാണിച്ചത് സ്ട്രോബെറിയാണ്, ഇത് ചോക്ലേറ്റ് ആട്ടോ. ഇത് വാനിലയാണ്, വാനില. പിന്നെ ബട്ടർ സ്കോച്ച് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ്. കേക്ക് പൗഡേഴ്സ് ഇവിടെ ഉണ്ട്. ബട്ടർ സ്കോച്ച് അതാ ഇവിടെ ഉണ്ട്. അവിടെ ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ഫ്ലേവേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇവിടെ നല്ല ക്വാളിറ്റിയിൽ പലതരം ഐറ്റം ബിസ്ക്കറ്റുകളുണ്ട്, പല ഫ്ലേവറിലായിട്ട്. കേക്ക്സ്, ഒരുപാട് കാൻഡീസ്, പലതരം കാൻഡീസ്, ഒരുപാട് കേക്കുകൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ. അടിപൊളിച്ച് കണ്ടോ, ബിസ്ക്കറ്റ്സ്. പിന്നെ അവിടെ കേക്ക്സ്, ബിസ്ക്കറ്റ് അവിടെയും ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. ഈ രണ്ട് നിൽക്കുന്നുണ്ടായോ ബിസ്ക്കറ്റ് ഇവിടെയും ഉണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ അവൈലബിൾ. അടിപൊളി കേക്ക്. അതുപോലെ ഇവിടെ ഈ ഒരു സെക്ഷൻ വരുന്നത് കേക്ക്സ് ആയിട്ടാണ്. ഈ ഒരു ഭാഗത്ത് ഇവിടെ കേക്ക്സ്, ബിസ്ക്കറ്റ്സ്, ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആട്ടോ. അവൈലബിൾ ആണ്. ഇത് പറഞ്ഞാൽ തീരുന്നില്ല, അതുകൊണ്ടാണ് പല പറഞ്ഞത്. അടിപൊളിയാണ്. റൊട്ടിയാട്ടോ, മുകളിൽ വേറെ തരം റൊട്ടികളും അവൈലബിൾ. നമ്മൾ റൊട്ടിയിൽ കുതിരുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതൊന്നും ചീസുകൾ, അങ്ങനെ പല ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആട്ടോ. ഞാൻ വല്ലാതെ പറയുന്നില്ല, പറഞ്ഞാൽ അത് തീരില്ല, അതുകൊണ്ടാണ്. ഓയില്, നമ്മളെ ഉന്നക്കായ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഓയിൽസ്, റൊട്ടി തിന്നുന്ന സാധനങ്ങൾ, തേന്, അങ്ങനെ ഇവിടെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആട്ടോ. ഇങ്ങനത്തെ ഓരോ ചീസസ്, നമ്മൾ റൊട്ടിയിലൊക്കെ കൂട്ടി തിന്നുന്ന പറഞ്ഞ സാധനങ്ങൾ, ഓയിൽസ്, പായസം. പിന്നെ അവിടെ ഓട്സ് ഉണ്ട് കേട്ടോ. ഇത് ഓട്സ് ആണ്.
ഇത് നട്സ് പഫ്സൊക്കെ ആട്ടോ. അപ്പം ഞാൻ ഐസ്ക്രീം കഴിക്കാം കേട്ടോ. ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇവിടെ നല്ല ആളുകളായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ കഴിയാൻ നേരത്താണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ എൻ്റെ ബാക്കിലാട്ടോ പഫ്സ്. ഞാൻ നേരത്തെ കാണിച്ചതായിരുന്നു നട്ട്സൊക്കെ. പിന്നെ ദേ ഇവിടെ വരുന്ന പ്രിങ്കിൾസ്, അങ്ങനത്തെ ന്യൂട്ടല്ല, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ദേ ഇവിടെ ലേസസ്, പിന്നെ ഇവിടെ കേക്കുകൾ, പഫ്സ് കേക്ക് എന്ന് പറയുന്ന പോലെ കേക്കുകൾ. പിന്നെ ഇവിടെ ഓരോ ഹെയർ ഓയിൽസ്, നമ്മളെ തലയിൽ തേക്കുന്ന സാധനങ്ങൾ, ഹാൻഡ് വാഷസ്, അതുപോലെ സോപ്പുകൾ, അങ്ങനെ നമ്മളെ ടിഷ്യൂ അങ്ങനത്തെ. പിന്നെ ഇവിടെയും പമ്പേഴ്സൊക്കെ അവൈലബിൾ ആട്ടോ. പിന്നെ അതേ പൂച്ചയുടെ ഫുഡ്, അങ്ങനെ ഒരുപാട്. പിന്നെ അതെ ഒരുപാട് ഐറ്റംസ് ഇവിടെയും. പിന്നെ അതാണ് കേട്ടോ പ്രിങ്കിൾസ്, കേക്ക്, അങ്ങനത്തെ ഒക്കെ ഞാൻ പറഞ്ഞ ഓരോ ഐറ്റംസ് ഇവിടെയും ഉണ്ട് നട്സ്. പിന്നെ ഇതാ അങ്ങനത്തെ കടല, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഇവിടെയും ലേസസ് ആട്ടോ, പലതരം ലേസസ്, മുട്ട. പിന്നെ ഇത് ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അവിടെയുള്ള ജ്യൂസസിൻ്റെ അവിടെ നിന്നൊക്കെ ഞാൻ എന്തൊക്കെ പട്ടിഷോയിൽ വെറുതെ എടുത്ത് വീഡിയോ എടുത്തതാണ്. ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ ജ്യൂസസ് ആണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തൈര്, അൽമറായി, പാല്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയെല്ലാം കുറച്ചും കൂടി അങ്ങനെ പോയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് വല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ആളുകൾ ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം തിരക്കൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതേ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. അപ്പം ഞാൻ ഷോപ്പിൽ വന്നിട്ടുണ്ട്. കുറച്ച് ഗെയിംസ് മേടിച്ചിട്ടുള്ളൂ. അത് മേടിച്ചത് കാണിച്ചില്ല. 2 തക്കാളി എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ 2 ഐസ്ക്രീം. പിന്നെ അവിടെ നിന്ന് ഞാൻ ഐസ്ക്രീം കഴിച്ചത് നിങ്ങൾ ചെറുതായിട്ട് കണ്ടില്ലേ. ആ സമയത്ത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തതാണ്. ഓക്കെ, ഈ 2 ഐസ്ക്രീംസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് സഹകരിക്കുക കേട്ടോ. സഹകരിക്കുക. ഇപ്പച്ചിയുടെ വെന്നിട്ട് കുളിക്കുകയാണ്, അതുകൊണ്ടാണ്. ഇതുണ്ടോ അർമദ എന്ന് പറഞ്ഞ ഒരു 2 കാൻഡീസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് അവിടെയുള്ള കാക്ക തന്നതാട്ടോ. അയ്യോ ഇതിൽ ബുർത്തുകാലുണ്ട്, മാംഗോ ഉണ്ട്, പ്ലമ്മും ഉണ്ട്. ഓക്കെ, ഇതാണ് മേടിച്ചത്. ഞാൻ ഐസ്ക്രീം പെട്ടെന്ന് കഴിക്കട്ടെ, അലിഞ്ഞു പോകും നമ്മുടെ ഐസ്ക്രീം കുട്ടൻ. എൻ്റെ ഫേവറേറ്റ് സ്ട്രോബെറി ആട്ടോ. അപ്പോൾ ഞാൻ ഈ വാനിലയാണ് ഫസ്റ്റ് എടുക്കുന്നത്. ഉമ്മച്ചിൻ്റെ ആട്ടോ ഇത്. എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കിട്ടിയ അവസരം മുതലാക്കണ്ടേ. ഉമ്മച്ചിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടുമ്പോൾ ഞാൻ ഉമ്മച്ചിൻ്റെ തിന്നു. സൂപ്പറാണ്, സൂപ്പർ ടേസ്റ്റ് ആണ്. ഉമ്മച്ചിക്ക് വേണത്. എൻ്റെത് എൻ്റെ പിന്നെ പൊളിച്ചില്ലേ, നല്ല ടേസ്റ്റ് ആട്ടാ. ഇത് പിന്നെ എല്ലാവരും സൂപ്പറാ. ഓക്കെ, അപ്പം ഞാൻ ഐസ്ക്രീം കഴിക്കാം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോണൊക്കെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കോൺ വരുന്നത്. പിന്നെ ആപ്പിൾ കഴിക്കാൻ പോവാട്ടോ. നല്ല ഉണ്ട ഗ്രീൻ ആപ്പിളാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഉണ്ട ക്യൂട്ടായൊരു ആപ്പിളാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. ഒരു പുളി ആപ്പിളാട്ടോ. ഗ്രീൻ ആപ്പിൾ മധുരമുള്ള ഞാൻ ആദ്യമായിട്ട് എന്തൊരു വെറൈറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു പുളി ആപ്പിളാട്ടോ. പുളിച്ച് നമ്മൾ ഭയങ്കര പുളിയില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അടിപൊളി ആപ്പിളാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും നിങ്ങൾ ഗ്രീൻ ആപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അടിപൊളി ആപ്പിളാട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് എന്താണെന്നല്ലേ ഇപ്പം നിങ്ങൾ വിചാരിക്കണം. ഉച്ചക്കത്തെ ഫുഡ് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയും സാലഡും അച്ചാറൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സാലഡ് എടുത്ത് കഴിച്ച് നോക്കിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാലഡ് എനിക്കിഷ്ടമുള്ള സംഭവമാണ്. പിന്നെ ഞാൻ ഏറ്റവും എനിക്കിഷ്ടം ലെഗ് പീസാണ്. അത് കടിച്ച് തിന്നാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് മറ്റേ പീസ് ഞാൻ ചോറിൽ കൂട്ടി കഴിക്കാം കേട്ടോ.
അങ്ങനെ ഞാൻ പീസെല്ലാം എടുത്ത് അതും നമ്മളെ ബിരിയാണി പിടിച്ചൊരു പിടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇവിടുത്തെ ബിരിയാണി പിന്നെ എല്ലാവരും സൂപ്പർ തന്നെയാണ്, അത് നമുക്കറിയുന്നതാണ് ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ ലെഗ് പീസ് എടുത്ത് ഒറ്റക്കടി അടിച്ച് സൂപ്പർ ഗൈസ്. അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഒരു അച്ചാറും എടുത്തൊന്ന് കഴിച്ച് നോക്കി. അച്ചാറും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ സൂപ്പറായിരുന്നു. ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പായസമൊക്കെ കുടിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഡേ ഇങ്ങനെ ഒരു ഡേ ആണ്, നല്ലൊരു ഫ്രീ ഡേ. പിന്നെ നമ്മളൊന്ന് കിടന്നുറങ്ങും, അങ്ങനെയൊക്കെ ഒരു ഫ്രീ ഡേ. അപ്പോൾ വർക്കുകളൊന്നും ഇല്ലാതെ ഒരു ഹാപ്പി, ഇപ്പച്ചിയുടെ ഷോപ്പിലൊക്കെ പോയി ഒരു ഹാപ്പി ഡേ ആണ്. നല്ല ഫുഡുകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഡേ കേട്ടോ. പഠിക്കാനൊന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു ഡേ ആണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ കുഞ്ഞൊരു ഡേ മേലെ വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ ബൈ, അസ്സലാമു അലൈക്കും. Thanks for watching. Don't forget to subscribe.